CPIM-നെ എതിർക്കാൻ മാത്രം പ്രവർത്തിക്കുന്ന മതസംഘടനയായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്ന് CPIM നേതാവ് എളമരം കരീം. RSSന് വളരാൻ സഹായകമായ മണ്ണൊരുക്കുകയാണ് ജമാഅത്തെന്നും എളമരം കരീം പറഞ്ഞു. മുക്കത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ടായിട്ടും അതിനെതിരെയൊന്നും പ്രതികരിക്കാതെ CPM-നെ അന്ധമായി എതിർക്കുന്ന മതപ്രസ്ഥാനമായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്ന് എളമരം കരീം പറഞ്ഞു. ഇന്ത്യയിൽ ഹൈന്ദവ വർഗീയത അതിൻ്റെ തീവ്രഭാവത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന മതനിരപേക്ഷ കക്ഷികളെ ദുർബലരാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ RSSനെ സഹായിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾക്കെതിരെ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖത്ത് സംസാരിക്കുകയായിരുന്നു എളമരം കരീം. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഗൗരവമായ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കഷ്ടപ്പാട് നേരിടുന്ന ജനങ്ങളെ സഹായിക്കാൻ ഒരു പണം തരാത്ത കേന്ദ്രത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞോ ജമാഅത്തെ ഇസ്ലാമി? അവിടെ ജമാഅത്തുകാരും വീട് നഷ്ടപ്പെട്ടവരില്ലേ? എന്നിട്ട് ഇപ്പോൾ അവസാനം കേരളം മുഴുവൻ സമരത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ 517 കോടി രൂപ വായ്പ മാർച്ച് 31-നുള്ളിൽ ചെലവഴിച്ചോളണം. എങ്ങനെയാണ് ഗവൺമെന്റിന് ചെലവഴിക്കാൻ പറ്റുക? എന്തേ പ്രതിഷേധിക്കാത്തത്? നിങ്ങളുടെ വെൽഫെയർ പാർട്ടി പ്രതിഷേധിച്ചോ? എന്തേ പ്രതിഷേധിക്കാതെ? മനുഷ്യന്റെ ജീവിത പ്രശ്നവുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയ പ്രസ്ഥാനം? ആരാധനയും ദ്വായും ഇസ്ലാമിക കാര്യങ്ങളും മാത്രം സംരക്ഷിച്ചു പോരുന്ന ഏതെങ്കിലും പ്രസ്ഥാനം രാഷ്ട്രീയ ചർച്ച നടത്താറുണ്ടോ? രാഷ്ട്രീയ പ്രസംഗം നടത്താറുണ്ടോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിരവധി സംഘടനകളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുണ്ട്, മർക്കസ് ഉണ്ട്, വഹാബി പ്രസ്ഥാനം കേരള നദുവത്തുൽ മുജാഹിദീനുണ്ട്. 2-3 വിഭാഗങ്ങളുണ്ട്. അവരാരെങ്കിലും തെരുവിലിറങ്ങി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നുണ്ടോ? അവർ ഇസ്ലാമിക വിഷയത്തെക്കുറിച്ച് അവർക്കുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരും. അതൊക്കെ എത്ര മാന്യമായ ഭാഷയിലാണ് അവർ വാഗ്വാദം നടത്തുക? എന്തേ നിങ്ങൾ ഇത്രയും ഭാഷ ഉപയോഗിക്കുന്നത്? കേരളം മതനിരപേക്ഷതയ്ക്ക് പേര് കേട്ട നാടാണ്. ഈ കേരളത്തിലും വർഗീയ ശക്തികൾ വേരുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ഭീഷണിയാണല്ലോ. ആ ഭീഷണിയെ നേരിടാൻ മതനിരപേക്ഷ ശക്തികൾ ഒന്നിക്കണം. അതിൽ CPIM-ന് ഒരു പങ്കില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടി, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടി, RSSന്റെ നയത്തോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പാർട്ടി. ഇന്ത്യ കേരളത്തിൽ മതനിരപേക്ഷത നിലനിർത്താൻ ആ പാർട്ടിയുടെ പങ്ക് എന്തേ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്? രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസ് പലപ്പോഴും പരാജയപ്പെടുന്നത് ചരിത്രമാണ്. CPM-ന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഇടതുബദൽ മാത്രമേ വർഗീയത എതിർക്കാൻ ഫലപ്രദമാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പൊ 2 സുപ്രധാനപ്പെട്ട വിവാദ നിയമങ്ങൾ പാസ്സാക്കുമെന്ന് തന്നെയാണ് സൂചന. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വഖഫ് നിയമ ഭേദഗതി, അത് പാസ്സാക്കുമെന്ന ഉറച്ച നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ നോക്കാമെന്നുള്ളത്. ഇത്തരം പ്രശ്നങ്ങളോട് കോൺഗ്രസിന് ഉറച്ച നിലപാടുണ്ടോ? RSSന്റെ നിലപാടിനെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കാൻ പലപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. അവസരവാദ നിലപാടാണ് അവർ പലപ്പോഴും എടുക്കുന്നത്. പാർലമെന്റിൽ ഇന്ന് പ്രധാന പ്രതിപക്ഷമാണെങ്കിലും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ BJP-യെ പരാജയപ്പെടുത്താൻ സഹായകരമായ നിലപാടല്ല കോൺഗ്രസിൻ്റേത്. പൊതുയോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി VK വിനോദ് അധ്യക്ഷനായിരുന്നു. P മോഹനൻ മാസ്റ്റർ, T വിശ്വനാഥൻ, മുക്കം മുഹമ്മദ്, ലിൻഡോ ജോസഫ് MLA, KT ബിനു എന്നിവരും സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.